നമസ്കാരം, ഞാൻ ആഷ്ന ജോൺസ്. അൽ ഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് അവതരിപ്പിക്കുന്ന BMC ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക്. 32 പള്ളികളുടെ ഉദ്ഘാടനം റമദാനിൽ പൂർത്തിയായി. കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയുടെ നിർദ്ദേശമനുസരിച്ച് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ 32 പള്ളികൾ പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുത്തതായി നീതിന്യായ ഇസ്ലാമിക കാര്യ ഔഖാഫ് മന്ത്രാലയം അറിയിച്ചു. സുന്നി ജഫ്രി ഔഖാഫുകൾക്ക് കീഴിലുള്ള പള്ളികളാണ് റമദാനിൽ തന്നെ നിർമ്മാണ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കാൻ സാധിച്ചത്. രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫയുടെ ഭരണകാലത്ത് ആരാധനാലയങ്ങളുടെ നിർമ്മാണത്തിനും പരിചരണത്തിനും വലിയ പിന്തുണയാണ് ലഭിച്ചിരുന്നതെന്ന് മന്ത്രി നവാഫ് ബിൻ മുഹമ്മദ് അൽ മുആവദ വ്യക്തമാക്കി. ജനസംഖ്യാ വർധനവിനനുസരിച്ച് വിവിധ പ്രദേശങ്ങളിൽ ആരാധനാലയങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള പദ്ധതികൾ സുന്നി ജഫ്രി ഔഖാഫുകൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പള്ളികളുടെ നിർമ്മാണത്തിനും പരിചരണത്തിനും ഭരണാധികാരികളുടെ ഭാഗത്തു നിന്നുള്ള പിന്തുണ ഏറെ സന്തോഷകരമാണെന്ന് സുന്നി വഖഫ് കൗൺസിൽ ചെയർമാൻ ഡോക്ടർ ഷെയ്ഖ് റാഷിദ് ബിൻ മുഹമ്മദ് ബിൻ ഫത്തീസ് അൽ ഹാജ്രി, ജഫ്രി വഖഫ് കൗൺസിൽ ചെയർമാൻ യൂസഫ് ബിൻ സാലിഹ് എന്നിവർ വ്യക്തമാക്കി. മതപരമായ ചൈതന്യം നിലനിർത്തുന്നതിന് ആരാധനാലയങ്ങളുടെ സാന്നിധ്യം അനിവാര്യമാണ്. ജനങ്ങളിൽ ധാർമ്മിക സദാചാര ബോധവും നന്മകളിൽ മുന്നേറാനുള്ള പ്രേരണകളും നൽകുന്നതിൽ പള്ളികൾ നിർവഹിക്കുന്ന പങ്കിനെക്കുറിച്ചും മന്ത്രി വിശദീകരിച്ചു. ശ്രീലങ്കൻ എംബസിയിൽ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. നാഷണാലിറ്റി പാസ്പോർട്ട് ആൻഡ് റെസിഡൻസ് അഫയേഴ്സ് അതോറിറ്റിയുടെ കീഴിൽ ബഹ്റൈനിലെ ശ്രീലങ്കൻ എംബസിയിൽ നിയമ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. NPR സേവനങ്ങൾ, ഗോൾഡൻ വിസ നേടുന്നതിനുള്ള മാർഗങ്ങൾ, വ്യക്തിതല സ്പോൺസർഷിപ്പ്, തൊഴിൽ വിസ, വിസിറ്റിംഗ് വിസ, പാസ്പോർട്ട് നഷ്ടപ്പെട്ടാൽ ചെയ്യേണ്ട കാര്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങളാണ് വിശദീകരിച്ചത്. NPRലെ വിവിധ ഉദ്യോഗസ്ഥർ സെക്ഷന് നേതൃത്വം നൽകി. ഗുരുദേവ സോഷ്യൽ സൊസൈറ്റിയുടെ സ്ഥാപക ദിനാചരണവും രജത ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനവും നടന്നു. സൽമാനിയ കാനു ഗാർഡനിൽ സ്ഥിതി ചെയ്യുന്ന ഗുരുദേവ സോഷ്യൽ സൊസൈറ്റിയുടെ സ്ഥാപക ദിനാചരണവും രജത ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനവും വർണ്ണാഭമായ ചടങ്ങുകളോടുകൂടി തുടക്കമായി. ചെയർമാൻ സനീഷ് കൂറുമുള്ളിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ബഹ്റൈനിലെ ആരോഗ്യ സാമൂഹിക രംഗങ്ങളിലെ നിറസാന്നിധ്യം ക്യാൻസർ കെയർ ഗ്രൂപ്പ് പ്രസിഡന്റായ ഡോക്ടർ PV ചെറിയാൻ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ശ്രീനാരായണ കമ്മ്യൂണിറ്റി രക്ഷാധികാരിയും പ്രവാസി ഭാരതീയ സമ്മാൻ അവാർഡ് ജേതാവുമായ KG ബാബുരാജൻ, IRCRF ചെയർമാൻ ഡോക്ടർ ബാബു രാമചന്ദ്രർ എന്നിവർ മുഖ്യ അതിഥികളായിരുന്നു. SNCS ചെയർമാൻ സുനീഷ് സുശീലൻ, ബഹ്റൈൻ ബില്ലാവാസ് പ്രസിഡന്റ് ഹരീഷ് പൂജാരി എന്നിവർ ആശംസകൾ അറിയിച്ചു. ചടങ്ങിൽ 25 വർഷം പൂർത്തിയാക്കിയ സൊസൈറ്റിയുടെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ലോഗോ പ്രകാശനവും സൊസൈറ്റിയുടെ ബഹ്റൈനിലുള്ള സ്ഥാപക അംഗങ്ങളായ K ചന്ദ്രബോസ്, AV ബാലകൃഷ്ണൻ, അജിത് പ്രസാദ്, ശശി പിള്ള എന്നിവരെയും സ്ഥാനമൊഴിഞ്ഞ മുൻ ഡയറക്ടർ ബോർഡ് അംഗങ്ങളെയും ആദരിക്കുകയുമുണ്ടായി. കുടുംബാംഗങ്ങളും കുട്ടികളും പങ്കെടുത്ത ചടങ്ങിൽ സൊസൈറ്റി ജനറൽ സെക്രട്ടറി ബിനു രാജരാജൻ സ്വാഗതവും വൈസ് ചെയർമാൻ സതീഷ് കുമാർ നന്ദിയും രേഖപ്പെടുത്തി. വിഷുവിനോടനുബന്ധിച്ച് സൊസൈറ്റിയിൽ കുടുംബാംഗങ്ങളുടെയും കുട്ടികളുടെയും കലാപരിപാടികളും വിഷു സദ്യയും ഉണ്ടായിരിക്കുമെന്ന് സൊസൈറ്റി ഭാരവാഹികൾ പത്രക്കുറിപ്പിൽ അറിയിച്ചു. ഇലക്ഷൻ ചൂടെത്തി, ഇനി വോട്ട് വിമാനങ്ങളുടെ കാലം. കാലാവസ്ഥ പോലെ തന്നെ പതിയെ പതിയെ പ്രവാസ ലോകത്തും തണുപ്പ് മാറി ഇലക്ഷൻ ചൂട് വ്യാപിച്ചു കഴിഞ്ഞു. നാട്ടിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് 2 ആഴ്ച മാത്രം അവശേഷിക്കെ വോട്ട് പിടുത്തവും പ്രചാരണവുമായി കളം നിറഞ്ഞിരിക്കുകയാണ് വിവിധ പ്രവാസി സംഘടനകൾ. വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പ്രവാസികളെ മുൻ വർഷങ്ങളിലേതുപോലെ ഇത്തവണയും നാട്ടിലെത്തിക്കുക എന്ന പദ്ധതിയുടെ ഭാഗമായി വിമാനം ഏർപ്പെടുത്താൻ പല സംഘടനകളും ക്രമീകരണങ്ങൾ നടത്തി കഴിഞ്ഞു. OICC, പ്രതിഭ, KMCC തുടങ്ങിയ സംഘടനകളെല്ലാം ഗ്രൂപ്പായി ടിക്കറ്റ് എടുത്ത് പ്രവാസികളെ ഇലക്ഷൻ സമയത്ത് നാട്ടിലെത്തിക്കാനുള്ള ശ്രമത്തിലാണ്. OICC എറണാകുളം, കോഴിക്കോട് ജില്ലാ കമ്മിറ്റികൾ ഇതിനകം തന്നെ ടിക്കറ്റ് നിരക്കും വിമാനവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഗ്രൂപ്പായി ടിക്കറ്റ് നേരത്തെ എടുക്കുന്നതിനാൽ കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റ് ലഭ്യമാക്കാൻ കഴിയുമെന്നാണ് സംഘടനകളുടെ പ്രതീക്ഷ. ഇതോടൊപ്പം സാമ്പത്തിക അവസ്ഥ അത്ര മെച്ചമല്ലാത്തവരെ സൗജന്യമായും കൊണ്ടുപോകാൻ ആലോചനയുണ്ട്. കൺവെൻഷനുകളും മറ്റുമായി പ്രവാസി സംഘടനകളെല്ലാം സജീവമാണ്. ഓരോ പ്രവാസിയും ഓരോ കുടുംബങ്ങളുടെയും അന്നദാതാക്കളായതിനാൽ നാട്ടിലുള്ള കുടുംബങ്ങളെയും സ്വാധീനിക്കാൻ പ്രവാസികളുടെ ഇടയിലുള്ള ക്യാമ്പയിനുകളിലൂടെ സാധിക്കുമെന്ന് സംഘടനകൾ കണക്കുകൂട്ടുന്നു. നാട്ടിലെ രാഷ്ട്രീയ രംഗത്തുള്ള ഓരോ ചലനവും അപ്പോൾ ഒപ്പിയെടുത്ത് സമൂഹ മാധ്യമങ്ങളിലൂടെ ക്യാമ്പയിനുകളും മറുപടികളും നൽകാൻ സൈബർ പോരാളികളും സജീവമാണ്. ബഹ്റൈൻ പ്രതിഭയും ഒന്നാണ് കേരളം ഒന്നാമതാണ് കേരളം LDF കൂട്ടായ്മയും സംയുക്തമായി മണ്ഡല അടിസ്ഥാനത്തിലുള്ള കൺവെൻഷനുകൾ നടത്തിക്കഴിഞ്ഞു.
OICCയും KMCയും തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകളായി മുന്നോട്ടു പോവുകയാണ്. അവധി ദിവസങ്ങളിൽ സെൻട്രൽ മാർക്കറ്റ് അടക്കം ജനം കൂടുന്നയിടത്ത് ക്യാമ്പയിനുകളുമായി സംഘടനകൾ സജീവമാണ്. ഇതിനിടെ തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ വിവിധ സംഘടനാ നേതാക്കൾ നാട്ടിലേക്ക് തിരിച്ചു കഴിഞ്ഞു. OICC നേതാക്കളായ രാജു കല്ലമ്പുറവും ബിനു കുന്നന്താനവും നാട്ടിൽ പ്രചരണ തിരക്കിലാണ്. പ്രതിഭയുടെയും LDF കൂട്ടായ്മയുടെയും നേതാക്കളായ സുബൈർ കണ്ണൂരും CV നാരായണനും 19-ന് നാട്ടിലേക്ക് തിരിക്കും. ഇവർക്കൊപ്പം പ്രതിഭയുടെ നിരവധി പ്രവർത്തകരും KMCC പ്രസിഡന്റ് ഹബീബ് റഹ്മാനടക്കം മറ്റു നേതാക്കളും അടുത്ത ദിവസങ്ങളിൽ നാട്ടിലേക്ക് പോകുന്നുണ്ട്. വരും ദിവസങ്ങളിൽ കനത്ത തെരഞ്ഞെടുപ്പ് പോരാട്ടം പ്രവാസി സൈബർ ലോകത്തും പൊടിപിടിക്കുമെന്ന കാര്യം ഉറപ്പ്. സിഡ്നിയിലെ ഷോപ്പിംഗ് മാളിൽ കത്തിയാക്രമണം, 5 പേർ കൊല്ലപ്പെട്ടു. ഓസ്ട്രേലിയൻ നഗരമായ സിഡ്നിയിലെ തിരക്കേറിയ ഷോപ്പിംഗ് മാളിലുണ്ടായ കത്തിയാക്രമണത്തിൽ 5 പേർ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് ആക്രമണത്തിൽ പരിക്കേൽക്കുകയും ചെയ്തു. അക്രമിയെ പോലീസ് വെടിവെച്ച് കൊലപ്പെടുത്തി. പരിക്കേറ്റവരിൽ ഒരു കുട്ടിയും ഉൾപ്പെടുന്നു. ആക്രമണത്തെ തുടർന്ന് ഷോപ്പിംഗ് മാൾ അടച്ചു. ജനങ്ങൾ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകണമെന്നും പോലീസ് അഭ്യർത്ഥിച്ചു. ആക്രമണത്തിന് പിന്നിൽ ആരാണെന്നോ എന്താണ് ആക്രമണത്തിന് പ്രേരണയായതെന്നോ ഇതുവരെ വ്യക്തമല്ല. ഒരാളാണ് ആക്രമണം നടത്തിയതെന്നും ജനങ്ങളുടെ ജീവന് ഭീഷണിയില്ല എന്നുമാണ് പോലീസ് പറയുന്നത്. പ്രാദേശിക സമയം ശനിയാഴ്ച വൈകിട്ടോടെയാണ് സിഡ്നിയിലെ വെസ്റ്റ് ഫീൽഡ് ബോണ്ടി ജംഗ്ഷൻ മാളിൽ ആക്രമണമുണ്ടായത്. കത്തിയുമായി എത്തിയ ആക്രമി മാളിൽ ഉണ്ടായിരുന്ന നിരവധി പേരെ ഏൽപ്പിക്കുകയായിരുന്നു. സംഭവ സമയത്ത് നിരവധി പേരാണ് മാളിൽ ഉണ്ടായിരുന്നത്. ആക്രമണത്തെ തുടർന്ന് പലരും മാളിലെ സൂപ്പർ മാർക്കറ്റിൽ അഭയം തേടി. സ്വർണത്തിന് ദുബായിലും റെക്കോർഡ് വില. സ്വർണവില പിഴ തരാതെ വീണ്ടും മുകളിലേക്ക്. ഇന്നത്തെ വ്യാപാരം അവസാനിപ്പിക്കുമ്പോൾ വില റെക്കോർഡിലെത്തി. വിവിധ സെൻട്രൽ ബാങ്കുകൾ സ്വർണശേഖരം റെക്കോർഡിലേക്ക് ഉയർത്തിയതും പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ സംഘർഷങ്ങളുമാണ് വർധനയ്ക്ക് വഴിവെച്ചത്. 24 കാരറ്റ് സ്വർണത്തിന് 6525.75 രൂപയാണ് ഇന്നലത്തെ വില. ഇതുവരെ ലഭിച്ചതിൽ ഏറ്റവും ഉയർന്ന തുകയാണിത്. 22 കാരറ്റിന് 6039.85, 21 കാരറ്റിന് 5847.75, 18 കാരറ്റിന് 5011.55 രൂപയുമാണ് വില. US ഫെഡറൽ റിസർവ് നിരക്കിൽ വർധന വരുത്തില്ലെന്ന പ്രഖ്യാപനവും സ്വർണത്തിന് അനുകൂലമായി. അടുത്ത 2 മാസം കൂടി സ്വർണവിലയിൽ വർധനയുണ്ടാകുമെന്നാണ് സൂചന. ദുബായ് റെയിൽ ബസ് ഉപയോഗിച്ച് ഫ്യൂച്ചറിസ്റ്റിക് സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന പ്രധാന ഗതാഗത സംവിധാനം പര്യവേക്ഷണം ചെയ്യുന്നു. ലോകത്തിലെ ആദ്യത്തെ 100% സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ബഹുജന ഗതാഗത സംവിധാനത്തിന്റെ വികസനത്തിലെ മുൻനിര ശക്തിയായ റെയിൽ ബസ് ഇൻകോർപ്പറേഷൻ ദുബായിലെ റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുമായി സുപ്രധാന ധാരണാപത്രം പ്രഖ്യാപിച്ചു. ഈ തന്ത്രപരമായ പങ്കാളിത്തം നഗര ചലനാത്മകതയെ വിപ്ലവകരമായി മാറ്റുന്നതിനുള്ള യാത്രയിലെ ഒരു സുപ്രധാന നാഴികക്കല്ല് അടയാളപ്പെടുത്തുകയും സുസ്ഥിര ഗതാഗത പരിഹാരങ്ങളോടുള്ള പങ്കിട്ട പ്രതിബദ്ധത അടിവരയിടുകയും ചെയ്തു. ദുബായിലെ സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന പൊതുഗതാഗതം റെയിൽ ബസും RTAയും തമ്മിലുള്ള ധാരണാപത്രം ദുബായിലുടനീളം നൂതനവും പരിസ്ഥിതി സൗഹൃദവുമായ ഗതാഗത സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്നതിനും വിന്യസിപ്പിക്കുന്നതിനുമുള്ള സഹകരണത്തിന് വഴിയൊരുക്കുന്നു. പരമ്പരാഗത ഗതാഗത രീതികൾക്ക് ഹരിതവും കാര്യക്ഷമവും ചിലവ് കുറഞ്ഞതുമായ ബദൽ വാഗ്ദാനം ചെയ്യുന്നു. ഇറാന്റെ ആക്രമണ ഭീഷണി, യുദ്ധക്കപ്പലുകൾ അയച്ച് അമേരിക്ക. സിറിയയിലെ നയതന്ത്ര കാര്യാലയം ആക്രമിച്ചതിന് പ്രതികാരമായി ഇറാൻ ആക്രമണത്തിന് തയ്യാറെടുക്കുന്നതായുള്ള റിപ്പോർട്ടുകൾക്കിടയിൽ ഇസ്രയേലിനെ സഹായിക്കാൻ യുദ്ധക്കപ്പലുകൾ അയച്ച് അമേരിക്ക. തിരിച്ചടി ഉടനെ ഉണ്ടായേക്കാമെന്നും ഇത് യുദ്ധത്തിലേക്ക് നയിച്ചേക്കാമെന്നുമാണ് US ഇന്റലിജൻസ് ഏജൻസികൾ പറയുന്നത്. ഇതിന് പിന്നാലെയാണ് US ഇസ്രയേലിന് സൈനിക സഹായം നൽകിയത്. മേഖലയിലെ ഇസ്രയേലി അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളെ സംരക്ഷിക്കാനാണ് US സൈനിക സഹായങ്ങൾ അയച്ചത്. കിഴക്കൻ മെഡിറ്ററേനിയൻ കടലിലേക്ക് 2 യുദ്ധക്കപ്പലുകളാണ് US നാവികസേന അയച്ചതെന്ന് നേവി ഉദ്യോഗസ്ഥൻ പറഞ്ഞു. നിലവിൽ ചെങ്കടലിലുള്ള SS കാർണിയാണ് അമേരിക്ക അയച്ചത്. ഒരു യുദ്ധക്കപ്പൽ. ഹൂതികളുടെ ഡ്രോൺ ആക്രമണവും കപ്പൽ വേധ മിസൈലുകളും പ്രതിരോധിക്കുന്ന വ്യോമ ദൗത്യമാണ് ചെങ്കടലിൽ USS കാർണിനുള്ളത്. ആക്രമണം ഏതു നിമിഷവും പ്രതീക്ഷിക്കണമെന്ന മുന്നറിയിപ്പ് US പ്രസിഡന്റ് ജോ ബൈഡൻ തന്നെ ഇസ്രയേലിന് നൽകിയിട്ടുണ്ട്. അതേസമയം ഒരു കാരണവശാലും ആക്രമിക്കരുതെന്ന് ഇറാനിനോടും നിർദ്ദേശിച്ചിട്ടുണ്ട്. അടുത്ത 48 മണിക്കൂറിനുള്ളിൽ ഇസ്രയേലിനെ ആക്രമിക്കുമെന്ന് ഇറാന്റെ മുതിർന്ന ഉദ്യോഗസ്ഥനാണ് കഴിഞ്ഞ ദിവസം വാൾ സ്ട്രീറ്റ് ജേർണലിനോട് പറഞ്ഞത്.
ഇസ്രയേലിൽ എവിടെയും ഏത് സമയത്തും ആക്രമണം നടക്കാമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ആക്രമണ പദ്ധതി ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ മുന്നിലുണ്ടെന്നും അതുണ്ടാക്കാവുന്ന പ്രത്യാഘാതങ്ങൾ വിലയിരുത്തുകയാണെന്നും അദ്ദേഹത്തിന്റെ ഉപദേഷ്ടാവ് പറഞ്ഞതായാണ് വിവരം. ഗാസയിൽ 6 മാസം പിന്നിട്ട യുദ്ധം ഇസ്രയേലിലും സായുധ സംഘടനയായ ഹമാസും തമ്മിലുള്ളതാണെങ്കിൽ ഇറാൻ നേരിട്ട് ഇസ്രയേലിനെ ആക്രമിക്കുന്നതിലൂടെ അത് 2 രാജ്യങ്ങൾ തമ്മിലുള്ളതാകും. BMC ന്യൂസിൽ ഇനിയൊരു ഇടവേള. All your favorite products under one roof in Bahrain from our 14 branches at 27-year-old Megamart and Macromart. Bakery, fresh meat and fish, fruits and vegetables, sweets and snacks, ready-to-eat foods, dairy products, grocery or consumer goods. To have a wonderful shopping experience, please visit your nearest Megamart Macromart branch. Megamart and Macromart, full of goodness. നോൺവെജ് വിവാദം ആളിക്കത്തിക്കാൻ മോദി. വിശ്വാസികളുടെ വികാരം വ്രണപ്പെടുത്താൻ ശ്രമമെന്ന് ആരോപണം. രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ഇന്ത്യ സഖ്യം നേതാക്കൾക്കെതിരെ ഉത്തരേന്ത്യയിൽ നോൺവെജ് വിവാദം ആളിക്കത്തിക്കാനുള്ള BJPയുടെ നീക്കത്തിന് പ്രധാനമന്ത്രി തന്നെ രംഗത്തിറങ്ങി. ഭൂരിപക്ഷ സമൂഹത്തിന്റെ വികാരം മാനിക്കാത്തവരാണ് ഇന്ത്യ സഖ്യം നേതാക്കളാണെന്ന് ജമ്മു കാശ്മീരിലെ ഉധംപൂരിൽ തിരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരോപിച്ചു. രാഹുൽ ഗാന്ധിയും RJD നേതാവ് ലാലു പ്രസാദ് യാദവും ചേർന്നു കഴിഞ്ഞ വർഷം മട്ടൻ കറി ഉണ്ടാക്കിയതിനെ ഇരുവരുടെയും പേര് പറയാതെ സൂചിപ്പിച്ചായിരുന്നു മോദിയുടെ വിമർശനം. നവരാത്രിക്കിടെ മാംസാഹാരം കഴിക്കുന്നതിന്റെ വീഡിയോ പുറത്തുവിട്ടു വിശ്വാസികളുടെ വികാരം വ്രണപ്പെടുത്താൻ RJD നേതാവ് തേജസ്വി യാദവ് ശ്രമിച്ചെന്നും BJP ആരോപിച്ചു. രാഹുലും ലാലു പ്രസാദ് യാദവും ചേർന്ന് ലാലുവിന്റെ വീട്ടിൽ മട്ടൻ കറി പാകം ചെയ്യുന്ന വീഡിയോ കഴിഞ്ഞ സെപ്റ്റംബറിൽ പുറത്തു വന്നിരുന്നു. കോൺഗ്രസിലെയും ഇന്ത്യ സഖ്യത്തിലെയും ആളുകൾ രാജ്യത്തെ മഹാഭൂരിപക്ഷത്തിന്റെ വികാരം മാനിക്കുന്നില്ല. ഭൂരിപക്ഷത്തിന്റെ വികാരം വെച്ചു കളിക്കുന്നത് ആസ്വദിക്കുകയാണ് അവർ. അവരിൽ കോടതി ശിക്ഷിച്ച ഒരാൾ ജാമ്യത്തിലിറങ്ങി. ഇന്ത്യ സഖ്യം നേതാക്കൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി ശ്രാവണ മാസത്തിൽ മട്ടൻ കറി ഉണ്ടാക്കി. എന്നിട്ടത് വീഡിയോ തയ്യാറാക്കി രാജ്യത്തെ ജനങ്ങളെ പരിഹസിക്കുന്നു. മുഗളരെ പോലെ രാജ്യത്തെ ജനങ്ങളെ അപഹസിക്കുകയാണ്. ശ്രാവണ മാസത്തിൽ അവർക്ക് മട്ടൻ വീഡിയോ കാണിക്കണം, മോദി ആരോപിച്ചു. അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായി കേരളം പിടിച്ചെടുത്തു 34 കോടി. ദ റിയൽ കേരള സ്റ്റോറി. പ്രവാസികളും നാട്ടുകാരും കൈകോർത്തപ്പോൾ അബ്ദുൾ റഹീം തിരിച്ചുവരാൻ വഴിയൊരുങ്ങുന്നു. സൗദി അറേബ്യയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിയുകയായിരുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിനെ മോചിപ്പിക്കാൻ നൽകേണ്ട 34 കോടി എന്ന വലിയ ലക്ഷ്യത്തിലേക്ക് ദിവസങ്ങൾ കൊണ്ട് നേടിയിരിക്കുന്നു കേരളം. ഇനി മരണത്തിന് തൊട്ടരികിൽ നിന്നും അബ്ദുൾ റഹീം നാട്ടിലേക്ക് തിരിച്ചുവരും. 18 വർഷമായി മകനെ കാത്തിരിക്കുന്ന 75-കാരിയായ മാതാവ് ഫാത്തിമയുടെ തോരാക്കണ്ണീർ പുഞ്ചിരിക്ക് വഴിമാറും. 4 ദിവസം മുൻപ് വെറും 5 കോടി രൂപ മാത്രമായിരുന്നു സഹായമായി സമിതിക്ക് ലഭിച്ചത്. എന്നാൽ മാധ്യമങ്ങളും സമൂഹ മാധ്യമങ്ങളും വാർത്ത വന്നതോടെ റഹീമിന്റെ മോചനത്തിനായി മനുഷ്യസ്നേഹികൾ കൈയയച്ച് സഹായിക്കുകയായിരുന്നു.
വ്യവസായി ബോബി ചെമ്മണ്ണൂരും ഒട്ടേറെ സന്നദ്ധ പ്രവർത്തകരും റഹീമിന്റെ മോചനത്തിനായി നേരിട്ടിറങ്ങി. മോചനത്തിന് പണം സമാഹരിക്കുന്നതിനായി തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ യാചകയാത്ര ചെയ്യുകയായിരുന്നു ബോബി ചെമ്മണ്ണൂർ. പ്രവാസികളും വലിയ തോതിൽ സഹായിച്ചു. 34 കോടി സമാഹരിച്ചതോടെ ധനശേഖരണം അവസാനിപ്പിക്കുകയാണെന്ന് ജനകീയ സമിതി അറിയിച്ചു. ജാതിമത ചിന്തകൾക്കും രാഷ്ട്രീയത്തിനും അതീതമായി എല്ലാവരും ഒറ്റക്കെട്ടോടെ നിന്നാണ് ഇത്ര വേഗം ലക്ഷ്യത്തിലെത്താൻ സഹായിച്ചതെന്ന് ജനകീയ സമിതി രക്ഷാധികാരി അഷ്റഫ് വേങ്ങാട് പറഞ്ഞു. സാമൂഹിക മാധ്യമങ്ങളോടും ലോകത്തുള്ള മുഴുവൻ മലയാളികളോടും നന്ദി പറയുന്നുവെന്നും പറഞ്ഞു. ദയവായി ഇനി ആരും അക്കൗണ്ടിലേക്ക് പണം അയക്കേണ്ടതില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തുക എംബസിക്ക് കൈമാറുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ ശനിയാഴ്ച രാവിലെ 10 യോഗം ചേരും. റിയാദിലെ പ്രവാസി സമൂഹം 2006 മുതൽ ഈ ദൗത്യത്തോടൊപ്പം ഉണ്ടായിരുന്നെന്ന് അഷ്റഫ് വേങ്ങാട് ചൂണ്ടിക്കാട്ടി. ബോബി ചെമ്മണ്ണൂർ യാചകയാത്രയിലൂടെ സമാഹരിച്ച 1 കോടി രൂപയും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. വിഷുവിങ്ങെത്തി. ഗുരുവായൂരിലും ശബരിമലയിലും വിഷുക്കണി ക്രമീകരണം. കണിക്കൊന്നയും കന്നിവെള്ളിയുമായി ഐശ്വര്യത്തിന്റെയും സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും നല്ല നാളുകളിലേക്ക് കണിക്കാഴ്ചയുമായി എത്തുന്ന വിഷു ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ് കേരളം. കനത്ത ചൂടും തിരഞ്ഞെടുപ്പും തിരക്കും മലയാളികളുടെ വിഷു ആഘോഷങ്ങൾക്ക് അല്പം പോലും മാറ്റി ഉറച്ചിട്ടില്ല. വേനൽ മഴയുടെ അകമ്പടിയോടെ വിഷുവിനെ വരവേൽക്കാൻ നാടും നഗരവും ഒരുങ്ങിക്കഴിഞ്ഞു. വിഷു ദിവസം പുലർച്ചെ 2:42 മുതൽ 3:42 വരെയാണ് ഗുരുവായൂർ വിഷുക്കണി ദർശനം. ശനിയാഴ്ച രാത്രി തൃപ്പുകയ്ക്കു ശേഷം ശാന്തിയേറ്റ് കീശാന്തി ശ്രീകോവിലിന്റെ മുഖമണ്ഡപത്തിൽ കണിയൊരുക്കും. ശ്രീലകവാതിൽ തുറക്കുന്നതോടെ ഭക്തർക്കും കണി ദർശിക്കാനാകും. ശബരിമലയിൽ പുലർച്ചെ 3 മണി മുതൽ 7 മണി വരെയാണ് വിഷുക്കണി ദർശനം. 13-ന് രാത്രി അത്താഴ പൂജയ്ക്ക് ശേഷം ശ്രീകോവിലിൽ വിഷുക്കണി ഒരുക്കിയാണ് നട അടയ്ക്കുക. 14-ന് പുലർച്ചെ 3-ന് നട തുറന്ന ശേഷം ശ്രീകോവിലിലെ ദീപങ്ങൾ തെളിയിച്ച് ആദ്യം അയ്യപ്പനെ കണി കാണിക്കും. പിന്നീടാണ് ഭക്തർക്ക് കണി കാണാൻ അവസരം നൽകുക. തന്ത്രിയും മേൽശാന്തിയും ഭക്തർക്ക് വിഷു കൈനീട്ടം നൽകും. സംസ്ഥാനത്ത് 11 ജില്ലകളിൽ ചൂട് കനക്കും. യെല്ലോ അലേർട്ട്. സംസ്ഥാനത്ത് വീണ്ടും ഉയർന്ന താപനില മുന്നറിയിപ്പ്. 11 ജില്ലകളിൽ താപനില ഉയരാൻ സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പാലക്കാട്, തൃശൂർ, കൊല്ലം, പത്തനംതിട്ട, കോഴിക്കോട്, കണ്ണൂർ, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ സാധാരണയേക്കാൾ 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ കൂടുതൽ താപനില അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. പാലക്കാട് ജില്ലയിലെ താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേൽക്കും. തൃശൂർ ജില്ലയിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം, പത്തനംതിട്ട, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും ആലപ്പുഴ, കോട്ടയം, എറണാകുളം, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കി. ഈ ജില്ലകളിൽ മഞ്ഞ അലേർട്ട് പ്രഖ്യാപിച്ചു. ഉയർന്ന താപനിലയും ഈർപ്പവുമുള്ള വായുവും കാരണം ഏപ്രിൽ 13 മുതൽ 17 വരെ ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയ്ക്ക് സാധ്യതകളുണ്ട്. ഈ വാർത്തയോടുകൂടി BMC ന്യൂസ് ലൈവിൽ മലയാള വാർത്തകൾ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.